നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. പുത്തൂർ സെന്റർ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കലിൽ വൻ ക്രമക്കേടെന്ന് BJP ജില്ലാ പ്രസിഡന്റ്. ഇല്ലാത്ത അഴിമതി കഥകളുടെ പേര് പറഞ്ഞ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് വടക്കുംനാഥ ക്ഷേത്രം അഴിമതി കാണുന്നില്ലെന്ന് KP ശശികല ടീച്ചർ. വടക്കാഞ്ചേരി കാടിനുള്ളിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കാട്ടുമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ സെന്റർ വികസനം വീണ്ടും വഴിമുട്ടുന്നു. സ്ഥലം ഏറ്റെടുക്കലിൽ നടത്തിയത് വൻ ക്രമക്കേടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ. കുട്ടനല്ലൂർ മുതൽ കുരിശുമൂല വരെയുള്ള റോഡ് 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മാണം നടത്താൻ ആരംഭിച്ച പണികളാണ് വീണ്ടും വഴിമുട്ടിയത്. നിലവിലെ റോഡിന്റെ ഇരുഭാഗത്തേക്കും 7.5 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇത്തരത്തിലെടുക്കുന്നത് ശരിയായ നടപടിയല്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒരു ഭാഗത്ത് പുറംപോക്ക് ഭൂമി കിടക്കുമ്പോൾ അതെടുക്കാതെ മറുഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം എടുക്കുന്നതാണ് തർക്കങ്ങൾക്ക് കാരണമായത്. ഇത്തരത്തിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും സ്ഥല ഉടമകൾ പറയുന്നു. നിലവിൽ ഏതാനും ചില സ്ഥലത്തെ മതിലുകൾ പൊളിച്ചതൊഴിച്ചാൽ കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആദ്യം സ്ഥലം അളന്ന് പണം നൽകുകയും പിന്നീട് കൂടുതൽ സ്ഥലം അളവിലുണ്ടെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ എത്തിയതുമാണ് ഇപ്പോൾ ജനങ്ങൾ എതിർപ്പുമായി വരാൻ കാരണമായത്. ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് BJP ജില്ലാ പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. റോഡിന്റെ അലൈൻമെന്റ് എടുത്തതിൽ തെറ്റുണ്ടെന്നും പുറംപോക്ക് ഭൂമി കൃത്യമായി അളന്നെടുക്കാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം എടുക്കുന്നത് വലിയ അഴിമതിയാണെന്നും ഇത് സർക്കാരിനും സ്വകാര്യ വ്യക്തികൾക്കും ഒരുപോലെ നഷ്ടം വരുത്തുന്ന കാര്യമാണെന്നും നഷ്ടപരിഹാരം നൽകുന്നത് ശരിയായ രീതിയിലല്ലെന്നും മാർക്കറ്റ് വില സെന്റിന് 10 ലക്ഷം വരെയുള്ള സ്ഥലത്തിന് 4 ലക്ഷം രൂപ മാത്രമാണ് വില നിശ്ചയിച്ചതെന്നും ഒരുപോലെ സ്ഥലം നഷ്ടമാകുന്ന 2 വ്യക്തികളിൽ ഒരാൾക്ക് 6 ലക്ഷവും മറ്റേ വ്യക്തിക്ക് 19 ലക്ഷം രൂപയും നൽകിയത് വലിയ തട്ടിപ്പാണെന്നും ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെ BJP രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും KK അനീഷ് കുമാർ പറഞ്ഞു. മധ്യമേഖല വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കാക്കനാട്ട്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഫെബിൻ ഫ്രാൻസിസ്, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത്, ജില്ലാ കമ്മിറ്റി അംഗം പുഷ്കരൻ കാക്കനാട്ട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗിരിജൻ, പുത്തൂർ ഏരിയ പ്രസിഡന്റ് പ്രദീപ് ഞാറ്റുവെട്ടി, വെട്ടുക്കാട് ഏരിയ പ്രസിഡന്റ് ആനന്ദൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ഇവിടെ ഈ കുട്ടനല്ലൂർ പുത്തൂർ റോഡിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ക്രമക്കേടും അഴിമതിയും നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് BJP ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ തീരുമാനിച്ചു. ഈ സ്ഥലത്ത് വന്നിട്ട് പരിശോധിക്കുന്ന സമയത്ത്, ഇവിടുത്തെ ആളുകളെ കേൾക്കുന്ന സമയത്ത് ഇവരുടെ ആക്ഷേപങ്ങളെല്ലാം 100% ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ റോഡ് നിർണ്ണയിക്കുന്ന സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് വരുത്തിയിട്ടുള്ളതിൽ തന്നെ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു റോഡ് പുനർനിർമ്മിക്കുന്ന സമയത്ത് പുറംപോക്ക് ഭൂമി ഉണ്ടെങ്കിൽ, പുറംപോക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാരിന് അവകാശപ്പെട്ടിട്ടുള്ള ഭൂമിയാണ്. അങ്ങനെയുള്ള ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി ആദ്യം ഏറ്റെടുക്കുക എന്നുള്ളതാണ് റോഡ് വൈഡനിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് സാധാരണ ചെയ്യുന്ന നടപടിക്രമം. ഇവിടെ ധാരാളം പുറംപോക്ക് ഭൂമിയുണ്ട്. ആ പുറംപോക്ക് ഭൂമി ഏറ്റെടുക്കാതെ പ്രൈവറ്റ് വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗം. അതൊരു തെറ്റായിട്ടുള്ള മാർഗമാണ്. സർക്കാരിന് സാമ്പത്തിക നഷ്ടമില്ലാതെ പുറംപോക്ക് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് സുഗമമായിട്ട് റോഡ് നിർമ്മിക്കാമെന്നിരിക്കെ ആ ഭൂമി ഏറ്റെടുക്കാതെ പ്രൈവറ്റ് വ്യക്തികളെ അവർക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ അവരുടെ ഭൂമി കൂടുതൽ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ അഴിമതിയാണ്, വലിയ തെറ്റാണ്. ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് റോഡിൻ്റെ നടുവിൽ നിന്ന് 2 സൈഡിലേക്കും ഒരുപോലെ ദൂരമെടുത്ത് അക്വയറിംഗ് നടത്തുക എന്നുള്ളതാണ്. അതൊരു തെറ്റായിട്ടുള്ള മാർഗ്ഗമാണ്. ഇപ്പോൾ പല സ്ഥലത്തും അലൈൻമെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് ഇവർ സ്വീകരിച്ചിട്ടുള്ള മാർഗം തെറ്റാണ്. റോഡ് കർവ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ പുനർനിർമ്മിക്കാൻ ഈ പുറംപോക്ക് ഭൂമി ഏറ്റെടുത്താൽ തന്നെ നല്ല രീതിയിൽ സാധിക്കും. അപ്പോൾ അതിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നഷ്ടപരിഹാരം നിശ്ചയിച്ചിട്ടുള്ള കാര്യത്തിൽ വളരെ അപര്യാപ്തമായിട്ടുള്ള നഷ്ടപരിഹാരമാണ്
ഭൂ ഉടമകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സെന്റിന് കണക്ക് നോക്കുന്ന സമയത്ത് ഒരു സെന്റിന് കേവലം 4 ലക്ഷം രൂപയാണ് ഇവിടെ കണക്കാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ മാർക്കറ്റ് വില നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു സെന്റിന് 10 ലക്ഷത്തിലധികം രൂപ ഇവിടുത്തെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭൂമി അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ ഇരട്ടി വിലയാണ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇതുപോലെ തന്നെ റോഡ് വൈഡനിങ്ങിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, തീരദേശ മേഖലയിൽ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ മാർക്കറ്റ് വിലയുടെ 3 ഇരട്ടിയാണ് കേന്ദ്ര സർക്കാർ ഭൂ ഉടമകൾക്ക് കൊടുത്തത്. 3 ഇരട്ടി. ഇവിടെ 3 ഇരട്ടി കൊടുത്തില്ലെങ്കിലും മിനിമം മാർക്കറ്റ് വിലയെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തയ്യാറാകണ്ടേ? ഇവിടെ മാർക്കറ്റ് വില കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു ആറിന് 10 മുതൽ 12 ലക്ഷം രൂപയാണ്. ഒരു ആറെന്ന് പറഞ്ഞ് 2.5 സെന്റാണ്. അതിന് 10 മുതൽ 12 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു സെന്റിന് നമ്മൾ കണക്കാക്കുമ്പോൾ 4 ലക്ഷം രൂപ മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ റോഡ് സൈഡിൽ ഒരു 15 ലക്ഷം രൂപ മതിപ്പ് വിലയുണ്ട്. അപ്പോൾ ആ തുക കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാക്കണം. ഇവിടെ പാവങ്ങളെ പിഴിയുക, പീഡിപ്പിക്കുക, അവരെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ അക്വയർ ചെയ്യുന്ന സമയത്ത് 2 വ്യക്തികളോട് 2 തരത്തിലുള്ള സമീപനം അതിവിടെ വളരെ പ്രകടമാണ്. ഇപ്പം നമ്മൾ പരിശോധിച്ച സ്ഥലത്ത് 1/2 സെന്റിലധികം ഭൂമി, ഒരു വ്യക്തിയുടെ 1/2 സെന്റിലധികം ഭൂമി പോകുന്നു. ഭൂമി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 3 നില കെട്ടിടവും പോകുന്നു. അദ്ദേഹത്തിന് 6 ലക്ഷം രൂപയാണ്, കേവലം 6 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് അത്ര തന്നെ ഭൂമി പോകുന്ന മറ്റൊരു വ്യക്തിക്ക് 19 ലക്ഷം രൂപയാണ്. കെട്ടിടം നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ കെട്ടിടമല്ല തൊട്ടപ്പുറത്ത് നഷ്ടപ്പെടുന്നത്. അവിടെ 19 ലക്ഷം കൊടുക്കുന്നു. ഈ വ്യക്തിക്ക് കേവലം 6 ലക്ഷം രൂപ കൊടുക്കുന്നു. 19 ലക്ഷം രൂപ കൊടുക്കുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. അത് കൊടുക്കേണ്ടത് തന്നെയാണ്. അതിൽ കൂടുതൽ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ 3 നില കെട്ടിടവും 1/2 സെന്റിലധികം ഭൂമിയും പോകുന്ന വ്യക്തിക്ക് 6 ലക്ഷം രൂപ കൊടുത്താൽ മതിയോ? അപ്പോൾ ഇതിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് വളരെ കൂടുതൽ തുക കൊടുക്കുക, ചില വ്യക്തികൾക്ക് വളരെ കുറവ് തുക കൊടുക്കുക. അപ്പോൾ ഇതിൽ തന്നെ വലിയ കമ്മീഷൻ ഇടപാട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഭൂ ഉടമകളുമായി ചില ഇവിടുത്തെ മന്ത്രി രാജൻ ചില അന്തർധാരകളുണ്ടാക്കി ആ അന്തർധാരകൾ പ്രകാരം ചില വ്യക്തികൾക്ക് കൂടുതൽ പണം കൊടുക്കാനും, ചില വ്യക്തികൾക്ക് കുറച്ച് കൊടുക്കാനും, ചില വ്യക്തികളുടെ കൂടുതൽ പ്രോപ്പർട്ടി ഏറ്റെടുക്കാനും, ചില വ്യക്തികളുടെ പ്രോപ്പർട്ടി പോകുന്നത് തടയാനും എല്ലാമുള്ള വലിയ ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മന്ത്രി രാജനാണ്. രാജനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള മന്ത്രിയാണ്. ആ ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാകണം. അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നുള്ള തെറ്റ് മാത്രമേ ഈ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ശിക്ഷയാണ് അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് രാജ്യം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ സൂവായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കരാറുകൾ നടക്കുന്നുണ്ട്. മറ്റൊരാളെയും ഇടപെടാൻ അനുവദിക്കാതെ ഒട്ടും സുതാര്യമല്ലാതെ അതിൽ വലിയ തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ എല്ലാ കരാറുകളും രാജന്റെ സ്വന്തക്കാർക്കും രാജന്റെ താല്പര്യക്കാർക്കാണ് കൊടുക്കുന്നത്. അതിൽ തന്നെ വലിയ അഴിമതി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അഴിമതി നടത്തുന്ന വ്യക്തി ഈ പാവം ജനങ്ങളെ വെറുതെ വിടാൻ തയ്യാറാക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ സജീവമായിട്ട് സക്രിയമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഈ വിഷയത്തിൽ BJP ഇടപെടും. ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. രാജനെതിരെ സമരം ശക്തിപ്പെടുത്തണം എന്നാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. കോളനികൾ ഇനിയില്ല. മുൻ മന്ത്രിയും ആലത്തൂർ MP-യുമായ K. രാധാകൃഷ്ണന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വാസസ്ഥലത്തിന്റെ പേരുമാറ്റി മുണ്ടത്തിക്കോട് കുംഭാര കോളനി നിവാസികൾ പുതിയ പേര് അമ്മ നഗർ. ഔദ്യോഗികമായി പേരുമാറ്റാൻ അധികൃതർ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് പരമ്പരാഗത മൺപാത്ര നിർമ്മാതാക്കളായ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയത്. കുംഭാര സമുദായാംഗങ്ങളായ നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിവിടം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത് മുതൽ പൂർവികർ തൊട്ട് ഈ വിഭാഗം ഇവിടെയുണ്ട്. കുംഭാര കോളനി എന്ന പേരിൽ പലപ്പോഴും ജാതിയുമായും മറ്റും തങ്ങളോട് പലരും വിവേചനം കാണിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇത്തരം സംഭവങ്ങൾക്കിരയായതായും വേദനയോടെ ഇവർ പറയുന്നു. കോളനി എന്ന പദം ഒഴിവാക്കി പുതിയ പേരുകളാണ് അനുയോജ്യം എന്ന K. രാധാകൃഷ്ണന്റെ വാക്കുകൾ നെഞ്ചോട് ചേർത്താണ് പുതിയ പേരായ അമ്മ നഗർ എന്ന പേര് ഇവർ തിരഞ്ഞെടുത്തത്. പ്രദേശത്തുള്ളവർ ആരാധിക്കുന്ന മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നാണ് പുതിയ പേര് ഉരുത്തിരിഞ്ഞു വന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു തരാൻ നഗരസഭ ഉൾപ്പെടെയുള്ള ഉന്നത അധികൃതർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ ഞങ്ങൾ കുംഭാര കോളനി എന്നാണ് പൂർവ്വമായിട്ടുള്ള പേര്. അതിപ്പോൾ മന്ത്രി ഇപ്പോൾ ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. കോളനി കുംഭാര പേര് വെച്ചിട്ടുള്ള കോളനികൾ വേണ്ടെന്ന് പേര് മാറ്റണമെന്ന്. അതിനോടനുബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തത് ഞങ്ങളുടെ മാരിയമ്മ കൊണ്ട് നടത്തുന്നതാണ്. അപ്പോൾ മാരിയമ്മയുടെ അമ്മ എന്നുള്ളതും നഗർ അമ്മ നഗർ എന്നാക്കണം എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒരു തീരുമാനം. ഞങ്ങൾ നാളത്തെ കുട്ടികൾ തലമുറ വരുന്ന കുട്ടികൾക്ക് ഈ കുംഭാര സമുദായം വെച്ച് പേര് വരുമ്പോൾ
പുറത്ത് പോയി പഠിക്കണം മറ്റുള്ള സമുദായത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്കിത് മാറ്റി കിട്ടി എല്ലാവരിലും മാറ്റം വരുത്തണം എന്നാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അമ്മ നഗരമാക്കി മാറ്റിത്തരണം. പാലേക്കര ടോൾ പ്ലാസയിലുണ്ടായ അപകടത്തിൽ ടിപ്പർ ലോറി ഡ്രൈവറുടെ ലൈസൻസ് തൃശൂർ എൻഫോഴ്സ്മെന്റ് RTO 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. മറ്റ് റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാതെ വാഹനം പുറകോട്ട് ഓടിച്ചതിനാണ് ഡ്രൈവർ ആന്റണി തോമസിനെതിരെ ഈ നടപടി. പരിവാഹൻ സൈറ്റിൽ ഫോൺ നമ്പർ ചേർത്തില്ലെങ്കിൽ ഉടൻ ചേർക്കണമെന്ന് മന്ത്രി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ട് വന്നാൽ കൊടുക്കരുതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഈ സർക്കാർ അഴിമതിക്കെതിരാണ്. അഴിമതി നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ഏജൻസികളോ പണം ആവശ്യപ്പെട്ട് വന്നാൽ കൊടുക്കരുത്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ്. ഇത്തരത്തിൽ ആരെങ്കിലും സമീപിച്ചാൽ പരാതി നൽകാൻ ടോൾ ഫ്രീ നമ്പർ വരുന്നു. ഈ നമ്പർ ഉടൻ യാഥാർത്ഥ്യമാകും. ഇതിൽ വിളിച്ച് പരാതിപ്പെടാനുള്ള സൗകര്യമുണ്ടാകും. നടപടിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ലൈസൻസ് എടുക്കാനും മറ്റും ഫീസ് അടയ്ക്കാറുണ്ട്. ഫീസിൽ കവിഞ്ഞ ഒരു പൈസയും കൊടുക്കരുത്. ഇടനിലക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു വാങ്ങാൻ ശ്രമിക്കും. കൊടുക്കരുത്. ഇടനിലക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുക. വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഏജന്റുമാരോ ഡീലർമാരോ ആയിരിക്കാം. വാഹനം മേടിച്ച ആളുടെ ഫോൺ നമ്പർ ആയിരിക്കില്ല രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുക. അതുകൊണ്ട് വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ നമ്പറിലേക്കായിരിക്കും പോവുക. ഫൈൻ സംബന്ധമായ കാര്യങ്ങൾ അറിയാതെ പോകും. ഇക്കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വലിയ പിഴ ഒടുക്കേണ്ടി വരാം. വാഹൻ സൈറ്റിൽ നിങ്ങളുടെ നമ്പർ തെറ്റായി കാണിച്ചാൽ ഫൈൻ ആകട്ടെ ഏത് വിവരങ്ങളായാലും തെറ്റായ നമ്പറിലേക്ക് പോകും. വാഹനം മേടിച്ചപ്പോൾ ഫോൺ നമ്പർ കൊടുത്ത ഡീലർമാരും ഏജന്റുമാരും അവഗണിക്കാം. വണ്ടിയുടെ ആവശ്യമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ പോകുമ്പോഴായിരിക്കാം കാര്യങ്ങൾ അറിയുന്നത്. ചിലപ്പോൾ ഫൈനായി വലിയൊരു തുക അടയ്ക്കേണ്ടി വന്നേക്കാം. AI ക്യാമറ ഫൈൻ അടക്കം പലതും വരുന്നത് ഫോൺ നമ്പറിലേക്കാണ്. പരിവാഹൻ വെബ്സൈറ്റിൽ വാഹന ഉടമ അവരുടെ നമ്പർ ആഡ് ചെയ്യേണ്ടതാണ്. നമ്പർ ചേർക്കാൻ ഇനിയും അവസരമുണ്ടാകും. വാഹനം മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അയാളുടെ പേരിലേക്ക് വാഹനം മാറ്റിയെന്ന് ഉറപ്പാക്കാൻ മറക്കരുതെന്നും ഗതാഗത മന്ത്രി ഓർമ്മിപ്പിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിൽ. കരാറുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ആന്റണി M വട്ടോലി വിജിലൻസിന്റെ പിടിയിലായത്. തൃശൂർ വിജിലൻസ് DYSPക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബില്ല് മാറാനാണ് 6000 രൂപ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇയാളുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ 50,000 രൂപ കണ്ടെടുത്തു. തുടർന്ന് കാറും കസ്റ്റഡിയിലെടുത്തു. അനേകം പരാതികൾ ആന്റണിക്കെതിരെ ഉണ്ടായിരുന്നുവെന്നും നിരന്തരം നിരീക്ഷണം നടത്തി വരികയായിരുന്നുവെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാറിൽ കണ്ടെത്തിയ പണം മറ്റൊരു കരാറുകാരൻ നൽകിയതാണെന്ന് ഇയാൾ സമ്മതിച്ചതായും വിജിലൻസ് അറിയിച്ചു. തൃശൂർ വിജിലൻസ് DYSP KC സേതു, ഇൻസ്പെക്ടർമാരായ ജയേഷ് ബാലൻ, ഇഗ്നേഷ്യസ്, സ്പെക്ടോ ജോൺ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. SSLC തത്തുല്യ യോഗ്യതയുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഓഫീസ് അസിസ്റ്റന്റ് ആകാം. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ 34 ഒഴിവുകളുണ്ട്. താൽപര്യമുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. SSLC തത്തുല്യ യോഗ്യതയാണ് വേണ്ടത്. ബിരുദമുള്ളവർ അപേക്ഷിക്കാൻ പാടില്ല. അപേക്ഷകർ 1988 2006 ജനുവരി 1 മധ്യേ ജനിച്ചവരായിരിക്കണം. SC ST OBC വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് നിയമാനുസൃത വയസ്സളവുണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ശമ്പളം, വിശദ വിവരങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ് പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി മൂക്ക് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കുട്ടനല്ലൂരിൽ ബ്രൗൺ ഷുഗറുമായി ആസം സ്വദേശിയെ പോലീസ് പിടികൂടി. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി ബ്രൗൺ ഷുഗർ കൊണ്ടുവന്ന ആസാം ലഹരിഘട്ട് സ്വദേശി 24 വയസ്സുള്ള ജഹ്റുളിനെയാണ് ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കിയ നിലയിൽ 1.49 ഗ്രാമോളം ബ്രൗൺ ഷുഗറും മയക്കുമരുന്ന് വിറ്റുകിട്ടിയ പണവും ഇയാളിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഒല്ലൂർ SI KC ബൈജു, സീനിയർ CPO ജയൻ, CPO വിനീത്, ഡാൻസ് ഓഫ് അംഗങ്ങളും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇല്ലാത്ത അഴിമതി കഥകളുടെ പേര് പറഞ്ഞ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്ന ദേവസ്വം ബോർഡുകളിൽ ഒന്നായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് അതിനെതിരെ പ്രതികരിക്കാത്ത കൊച്ചിൻ ദേവസ്വം നടപടി അങ്ങേയറ്റത്തെ ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ വേണ്ടത് മതപാഠശാലകളും ക്ഷേത്രധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള കേന്ദ്രങ്ങളുമാണ്, അല്ലാതെ പൊതുവായന ഇടങ്ങളല്ല. വടക്കുന്നാഥ ക്ഷേത്ര ഭൂമിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർമ്മിക്കാൻ പോകുന്ന ലൈബ്രറി നിർമ്മാണം ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കാത്തതും ക്ഷേത്ര വിശുദ്ധിക്ക് ചേർന്നതും അല്ല. ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുക, ഇതിന് കൂട്ടുനിന്ന ദേവസ്വം പ്രസിഡന്റ് രാജിവെക്കുക, വടക്കുന്നാഥ ക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു KP ശശികല ടീച്ചർ. പോലെ ഹൈന്ദവ സംഘടനകൾ ഇവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അതല്ല എങ്കിൽ ഒരുപക്ഷെ അമ്പലം വരെ വിഴുങ്ങിക്കളയാവുന്ന ഒരവസ്ഥയിൽ വായും പൊളിച്ച് കാത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മുന്നിലാണ് ഇന്ന് അമ്പലങ്ങൾ നടത്തുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നി. കാരണം ക്ഷേത്രത്തോട് മമതാ ബന്ധമില്ലാതെ, ഭക്തരെ സ്വന്തമെന്ന് കരുതാത്ത, ഈശ്വര ഭക്തിയില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഇതുപോലുള്ള ഭരണ സംവിധാനങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നടത്തേണ്ടി വരും. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കാം, ഇതിന് ഇന്നത്തെ ഈ ധർണയ്ക്ക് ആധാരമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ദേവസ്വം ബോർഡുമായും അതുമായി ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട അഴിമതി ഒരു വശത്ത്,
അതിനേക്കാൾ ഉപരിയായി സ്ഥായിയായി എന്നേക്കുമായി നമുക്ക് ക്ഷേത്ര മൈതാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ വായനാശീലത്തിന്റെ ഭ്രാന്ത് തുടങ്ങിയത് ഒരു മഹിമമാണ്. കുറച്ചപ്പുറത്ത് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് അവിടെ കിടക്കുന്നുണ്ട്. പാർക്ക് അന്ന് കളിക്കാൻ തുടങ്ങിയ ഭ്രാന്ത്, അന്ന് കുട്ടികളെ കളിപ്പിക്കാൻ തുടങ്ങിയ ഭ്രാന്ത്. ഇതിനൊക്കെയുള്ള സ്ഥലം കളിക്കാൻ തോന്നിയാലും വായിക്കാൻ തോന്നിയാലും പഠിക്കാൻ തോന്നിയാലും എന്തിനു തോന്നിയാലും ഹിന്ദുവിന്റെ ഭൂമിയല്ലാതെ മറ്റൊന്നും ഒരിടത്തും നോക്കിയാൽ കാണുന്നില്ല എന്ന ഗതികേട് വളരെ ഭയങ്കരമാണ്. ഇവിടെ ആരെയൊക്കെയോ പറ്റിച്ചുകൊണ്ട് സ്ഥിരമായ സ്റ്റേജും വായനശാലയൊക്കെ കെട്ടിപ്പൊക്കാൻ പുറപ്പെടുന്ന ദേവസ്വം അധികാരികളോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഞങ്ങളുടെ നാട്ടിൽ പ്രസിദ്ധമായ ഒരുപക്ഷെ മലബാറിലെ ശബരിമല എന്ന് ഞങ്ങൾ പറയുന്ന, അങ്ങനെ പറയുന്ന പല സ്ഥലം ഉണ്ടാകാം, ചിലപ്പോൾ ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് വരെ ഒന്ന് വന്നു നോക്കുന്നു. തൃശൂർ ചേതന സംഗീത് നാട്യ അക്കാദമിയുടെയും ചേതന ഗാനാശ്രമത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ഗായകരുടെ ഗാനമേള നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ ജൂലൈ 6 വൈകിട്ട് 5:30 റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷി ഗായകർ ഗാനമേളയിൽ പങ്കെടുക്കും. ഇത്തരം കുട്ടികളുടെ വളർച്ചയും വ്യക്തിത്വ വികാസവും സമൂഹത്തിന് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന പ്രവർത്തനങ്ങളാണെന്ന് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിന്റെ നേതൃത്വത്തിൽ ചേതന സംഗീത് നാടക അക്കാദമി ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, VS രമേശൻ, തോംസൺ തരകൻ, KP സതീഷ് എന്നിവരും പങ്കെടുത്തു. പുതിയ തലമുറയിലെ എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി 2024 ഓഗസ്റ്റ് മാസത്തിൽ ത്രിദിന നിരൂപണ സാഹിത്യ ശില്പശാല പാലക്കാട് വെച്ച് സംഘടിപ്പിക്കുന്നു. 40 വയസ്സിന് താഴെയുള്ള 30 പേരെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കും. 4 പുറത്തിൽ കവിയാത്ത 2 സാഹിത്യ വിമർശന ലേഖനങ്ങൾ, വയസ്സ് തെളിയിക്കുന്ന രേഖ, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ സഹിതം ജൂലൈ 6 അപേക്ഷിക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 23310116 9349226526. തൃശൂർ വടക്കുംചേരി ദേശീയപാത തെക്കുവശത്തെ സർവീസ് റോഡിൽ ഡോൺ ബോസ്കോ സ്കൂളിന് സമീപത്തായി ഒരു ഓൾട്ടോ കാർ 1 മാസത്തിലധികമായി അനാഥമായി കിടക്കുന്നു. ഡ്രൈവർ സീറ്റിന് താഴെയുള്ള ടയർ കാറ്റില്ലാത്ത അവസ്ഥയിലാണ്. കാറിന്റെ ഇടതുവശത്ത് ഏതോ വാഹനം ഉരഞ്ഞ അവസ്ഥ കാണുന്നു. കാർ സ്ഥലത്ത് നിന്നും നീക്കാത്തതിൽ നാട്ടുകാർ ദുരൂഹത കാണുന്നുണ്ട്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 44ാം ജില്ലാ സമ്മേളനം സാഹിത്യ അക്കാദമി ഹാളിൽ TK വാസു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KM വിനോദ് അധ്യക്ഷനായി. K സന്തോഷ് കുമാർ, TB ഉഷ, M അനിൽകുമാർ, PK സതീഷ് കുമാർ, MB വത്സരാജ്, MR രാധാകൃഷ്ണൻ, PV ബെന്നി എന്നിവർ സംസാരിച്ചു. NN ജയേഷ് സ്വാഗതവും പിങ്കി മോഹൻദാസ് നന്ദിയും അറിയിച്ചു. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി.
നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237428 മൊബൈൽ 9061858682. വാർത്തകൾ തുടരുന്നു. പഴയ പേപ്പർ ശേഖരിച്ച് പുതിയ വീട് പണിത് നൽകാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് സ്നേഹഭവന പദ്ധതി. ഈ പ്രോജക്ടിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 3 ഭവനങ്ങൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പണി കഴിപ്പിച്ചു. സമൂഹത്തിൽ ഭവനമില്ലാതെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്നവർക്ക് കൈത്താങ്ങായി ജില്ലാ അസോസിയേഷൻ തൃശൂരിലെ 3 ഉപജില്ലകളിലും ഓരോ ഭവനം കൂടി പണി കഴിപ്പിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിൽ നടത്തറ പഞ്ചായത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഭവനം നിർമ്മിച്ചു നൽകാൻ തയ്യാറാവുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും കട്ടളവെപ്പ് ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് നാഷണൽ കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ ഇയു രാജൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നടത്തറ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യയും ജില്ലാ ട്രഷറർ എം ജയനും മുഖ്യാതിഥിയായിരുന്നു. മുതിർന്ന സ്കൗട്ട് മാസ്റ്റർ CI തോമസ്, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ സ്കൗട്ട് VS ഡേവിസ്, ലീന ടീച്ചർ, സിസ്റ്റർ ശൈല ടീച്ചർ, ഓമന ടീച്ചർ, റെന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. പഴയ പേപ്പറുകളും ആക്രി സാധനങ്ങളും വിറ്റുകിട്ടുന്ന പണവും അധ്യാപകരിൽ നിന്നും സുമനസ്സുള്ള പൊതുജനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക. വീടുകളിലെ ആക്രി സാധനങ്ങളും പഴയ പേപ്പറുകളും ഉണ്ടെങ്കിൽ തൃശൂർ പാലസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൗട്ട് ഗൈഡ് ഭവനിൽ എത്തിക്കാം. സഹകരിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9995446611. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിക്കു സമീപം അടിപ്പാതയിൽ ടോറസ് ലോറിയും കാറും തമ്മിൽ ഉരസി. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കാടിനുള്ളിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടം. ഇഴജന്തുക്കൾക്കും കാട്ടുമൃഗങ്ങൾക്കും സുഖവാസ കേന്ദ്രമായ പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ ഉൾപ്പെടെ കാടുമൂടി. വടക്കാഞ്ചേരി നഗരസഭയെ രാജ്യം മുഴുവൻ ചർച്ചാവിധേയമാക്കിയ 8ാം ഡിവിഷനായ റെയിൽവേയിലെ ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാറുകാരൻ യൂണിറ്റാക് MD സന്തോഷ് ഈപ്പൻ ഒപ്പുവച്ചിട്ട് 5 വർഷം. കെട്ടിടം നിർമ്മാണം സ്തംഭിച്ച് അഴിമതിയുടെ നിത്യസ്മാരകമായി കിടപ്പാണ്. കാട്ടുപൊന്തകൾ കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. കാലവർഷ രൂക്ഷതയിൽ ഫ്ളാറ്റിനുള്ളിലാകെ വെള്ളക്കെട്ട്. കാട്ടുപന്നികളുടെ വാസകേന്ദ്രമാണ് കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അകത്തളങ്ങൾ. ഒരു കാലത്ത് സംസ്ഥാന ദേശീയ നേതാക്കളുടെ നിരന്തര സന്ദർശന കേന്ദ്രമായിരുന്നു ഫ്ളാറ്റ്. ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വഴിയിലാകെ കാട്ടുപൊന്തകൾ നിറഞ്ഞു. ഫ്ളാറ്റിനു സമീപം നിർമ്മിച്ച ആശുപത്രി കെട്ടിടം കാണാനേയില്ല. അടുത്ത കാലത്തൊന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകില്ല. ഡോളർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത 1 കോടി രൂപ വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി M ശിവശങ്കറിന് കമ്മീഷൻ ലഭിച്ചതാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലും ശിവശങ്കറിന്റെ അറസ്റ്റും ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തെ അഴിമതിയുടെ പിടിയിലാഴ്ത്തി. കോടികളുടെ തട്ടിപ്പ് തുടക്കം മുതൽ പാളിയതായി നാട്ടുകാർ പറയുന്നു. എളുപ്പം ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശമാണ് 140 കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ കണ്ടെത്തിയത്. ഇത് തന്നെ പദ്ധതിയെ ദുരൂഹതയിലാഴ്ത്തുന്നു. വർഷക്കാലത്ത് പോലും ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശമാണ് ചരൽപ്പറമ്പ്. ഇവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങൾ കുടിവെള്ളത്തിന് ദുരിതം അനുഭവിക്കുകയാണ്. ഫ്ളാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നിരവധി കുഴൽക്കിണറുകൾ അടിച്ചു. ഒന്നിൽ പോലും വെള്ളം ലഭിക്കാതെ ലോറികളിൽ വെള്ളം എത്തിച്ചാണ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ആർക്കും വേണ്ടാത്ത സ്ഥലം കൂടി വിലയ്ക്ക് വാങ്ങിയെന്ന ആരോപണമുണ്ടായിരുന്നു. ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ 140 കുടുംബങ്ങളെ പാർപ്പിക്കാൻ ഇവിടെ ഭൂമി കണ്ടെത്തി. ചെങ്കുത്തായ സ്ഥലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ആശുപത്രിയും. പാവപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ എന്തിന് ഇവിടെ സ്ഥലം കണ്ടെത്തിയ ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല. സ്വപ്ന സുരേഷ്, സരിത്, ശിവശങ്കർ, കോൺസുലേറ്റ് ജനറൽ തുടങ്ങി കഴിയുന്നവരെല്ലാം കൈയിട്ട് വാരിയ പദ്ധതിയായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി. UAE ആസ്ഥാനമായ ജീവകാരുടെ സംഘടന റെഡ് ക്രസന്റ് പ്രളയത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ട 140 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാൻ അനുവദിച്ച 20 കോടി രൂപയിൽ 9.25 കോടിയും പോയത് കമ്മീഷനായി വിവിധ മേഖലകളിലുള്ളവർക്ക്. ഇത് ശരിയെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തി. പിണറായി സർക്കാർ ഭരണ തുടർച്ച നേടിയപ്പോൾ ഫ്ളാറ്റ് സമുച്ചയത്തിന് ശാപമോക്ഷം നൽകാൻ സർക്കാർ തലത്തിൽ നടപടികൾ ഊർജിതമാക്കുകയും നിർമ്മാണ പുനരാരംഭത്തിന് മുന്നോടിയായി ലൈഫ് മിഷൻ CEO PB നൂഹ് ഫ്ളാറ്റ് സന്ദർശിക്കുകയും ചെയ്തു.
ഒരു ബലക്ഷവും ഇല്ലെന്ന് വിജിലൻസ് നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ടെത്തി. പരിശോധനാ ഫലം അന്വേഷണ സംഘത്തിന് കൈമാറി. ഇതിനിടയിൽ എല്ലാം തകിടം മറിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതി സ്വപ്ന സുരേഷിന്റെ വെടിപൊട്ടിക്കലും ഇഡിയുടെ അറസ്റ്റും എം ശിവശങ്കറിന്റെ ജയിൽവാസവും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിലെ മുഖ്യ പ്രചരണ വിഷയം ഫ്ളാറ്റ് നിർമ്മാണ സ്തംഭനമായിരുന്നു. അമ്പുകളേറെ ഏറ്റുവാങ്ങി മുൻ MLA അനിൽ അക്കര. വിഷയം ഇടതുമുന്നണി ഫലപ്രദമായി ഉപയോഗിച്ചു. ഒടുവിൽ അനിൽ അക്കരയുടെ പരാജയത്തിൽ കലാശിച്ചു. അന്നും മറന്നു 3 മുന്നണികളും ഫ്ളാറ്റിനെ കുറിച്ച്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരും മിണ്ടിയില്ല. വിഷയം കോടികളുടെ പദ്ധതി അഴിമതിയുടെ ഇരുട്ടറയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ നഷ്ടം മുഴുവനും പാവപ്പെട്ട ജനതയ്ക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ സെന്റർ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കലിൽ വൻ ക്രമക്കേടെന്ന് BJP ജില്ലാ പ്രസിഡന്റ്. ഇല്ലാത്ത അഴിമതി കഥകളുടെ പേര് പറഞ്ഞ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് വടക്കുംനാഥ ക്ഷേത്രം അഴിമതി കാണുന്നില്ലെന്ന് KP ശശികല ടീച്ചർ. വടക്കാഞ്ചേരി കാടിനുള്ളിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കാട്ടുമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.